ഇറ്റ്സ് എ ക്രിപ്റ്റോ മച്ചാൻ. ഒരുപാട് പേര് ചോദിക്കുന്നു ബിറ്റ്കോയിൻ ഇനി എങ്ങോട്ട് പോവും, ബിറ്റ്കോയിൻ ഇനി ഇടിയുമോ, അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു സ്പൈക്ക് ഉണ്ടാകുമോ, അൾട്ട് കോയിൻ ഇനി എപ്പോൾ പൊങ്ങും, ഒരുപാട് സംശയങ്ങളാണ് ഒത്തിരി പേർക്ക്. സോ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ബിറ്റ്കോയിൻ എവിടെ നിന്ന് വാങ്ങാം, അതുപോലെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട അൾട്ട് കോയിൻ എപ്പോൾ ബൂമാവും, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. സോ വീഡിയോ സമയം കളയാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്, നമുക്കൊരു ഡിപ്പ് വരുന്നുണ്ട്. ഹാൽവിങ്ങിനോട് അടുപ്പിച്ച് നമ്മളൊരു $60,000 എത്തുമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ കറക്റ്റ് അതുപോലെ തന്നെ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം $60,000 എത്തി. അവിടെ നിന്നൊരു ചെറിയൊരു റിജക്ഷൻ സംഭവിച്ചു. ഇപ്പോൾ 62,800 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇനി എന്താണ് മൂവ്മെൻറ്റ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മൾ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ബിറ്റ്കോയിൻ്റെ മേജറായിട്ടുള്ള ഒരു ഇവൻറ്റിലോട്ട് കടക്കുകയാണ്. അതായത് ബിറ്റ്കോയിൻ ഹാൽവിങ് എന്ന് പറയും. ഓരോ 4 വർഷം കൂടുമ്പോഴും നമ്മളുടെ ഈ ഒരു ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിനിൽ ബുള്ളിഷ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റിമെൻറ്റ്, ഒരു ബുൾ മാർക്കറ്റ് കൊണ്ടുവരുന്നതാണ് ഈ ഒരു ഹാൽവിങ്. സോ വാട്ട് ഈസ് ഹാൽവിങ്? ഹാൽവിങ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാനൊന്ന് ഷോർട്ടായിട്ട് ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. ഹാൽവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബിറ്റ്കോയിൻ മൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, മൈനേഴ്സ്, അവർ നമ്മളയക്കുന്ന ബിറ്റ്കോയിൻ്റെ ട്രാൻസാക്ഷൻ, ഓരോ ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അവർ അപ്രൂവ് ചെയ്യുമ്പം, ഒരു ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക്, ആ ഒരു ബ്ലോക്ക് അവർ മൈൻ ചെയ്യുമ്പം, ആ ട്രാൻസാക്ഷൻ അവർ അപ്രൂവ് ചെയ്യുമ്പം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബിറ്റ്കോയിൻ നേരെ പകുതിയാകുന്ന ഒരു ഇവൻ്റാണ് ഹാൽവിങ് എന്ന് പറയുന്നത്. ഇത് ഓരോ 4 വർഷം കൂടുമ്പോഴുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 4 വർഷത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ ഓരോ 21 ലക്ഷം ബ്ലോക്കും ഫിനിഷ് ആവുന്ന സമയത്താണ് ബിറ്റ്കോയിൻ്റെ ആ ഒരു ഹാൽവിങ്, ബിറ്റ്കോയിൻ്റെ ഹാൽവിങ് ആ ഒരു കോഡിനകത്ത്, ബിറ്റ്കോയിൻ്റെ ആ ഒരു കോഡിൽ സതോഷി നാക്കമോട്ടോ അത് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഓരോ 21 ലക്ഷം ബ്ലോക്ക് കഴിയുമ്പോഴും ഈ ഒരു ഹാൽവിങ് ഇവൻ്റ് ഇവിടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഓരോ 4 വർഷം കൂടുമ്പോഴും മൈനേഴ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റിവാർഡ് നേരെ പകുതിയാവും. അതായത് മൈനേഴ്സാണ് നമ്മളുടെ മാർക്കറ്റിലോട്ട് ബിറ്റ്കോയിൻ കൊണ്ടുവരുന്നത്. സെൻട്രൽ റിസർവിൽ കിടക്കുന്ന ബിറ്റ്കോയിൻ ഈ ഒരു മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത് ഈ മൈനേഴ്സാണ്. മൈനേഴ്സിന് അതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബ്ലോക്ക് അവർ ഒരു ബ്ലോക്കിനകത്തുള്ള ആ ഗ്രൂപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അവർ വാലിഡേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്കത് കിട്ടുന്നത്. സോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവർക്കുള്ള ബിറ്റ്കോയിൻ ഇനി 2 ദിവസമോടെ കഴിഞ്ഞാൽ, അതായത് കറക്റ്റായിട്ട് പറഞ്ഞാൽ 233 ബ്ലോക്കും കൂടെ അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത്, ഇപ്പോൾ ഉള്ളത് 6.25 BTC ആണ് ഒരു ബ്ലോക്കിന് കിട്ടുന്നത്. അടുത്ത ഈ 233 ബ്ലോക്കും കൂടെ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും, 3.25 സംതിങ് ആണ് അവർക്ക് കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളുടെ ഈ ഒരു മാർക്കറ്റിൽ സപ്ലൈ ഷോക്ക് ഉണ്ടാവും. പുതുതായിട്ട്, അതായത് ഈ മൈനേഴ്സ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി പവറിൽ നേരെ പകുതിയാവുകയാണ് ബിറ്റ്കോയിൻ. സോ അതൊരു വലിയൊരു ബുള്ളിഷ് ന്യൂസാണ്. കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, സപ്ലൈ കുറയുമ്പം ഡിമാൻഡ് കൂടും എന്നുള്ളത്. മാർക്കറ്റിലോട്ട് പുതുതായിട്ട് വരുന്ന ബിറ്റ്കോയിൻ്റെ അളവ് നല്ല രീതിയിൽ പകുതിയാവുകയാണ്. സോ ഇവിടെ ഒരു ഡിമാൻഡ് ഉണ്ടാവും, ഒരു ബുൾ മാർക്കറ്റ് ഉണ്ടാവും. അതാണ് ഇനി 2 ദിവസം കഴിഞ്ഞ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ബുള്ളിഷ് മാർക്കറ്റിലാണ്. ടെക്നിക്കലി നോക്കുവാണെങ്കിൽ, ടെക്നിക്കലി സൈഡിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഹാൽവിങ്ങിൻ്റെ ഇവൻറ്റ് ഒരു 233 ബ്ലോക്കും കൂടെ കഴിഞ്ഞാൽ സംഭവിക്കും. അറ്റ് ദ സെയിം ടൈമിൽ എക്സ്ചേഞ്ചിലോട്ട് വന്നാൽ നമുക്ക് എക്സ്ചേഞ്ചിൻ്റെ റിസർവ് ഉണ്ടല്ലോ, ഈ മൈനേഴ്സ് എക്സ്ചേഞ്ചിലോട്ട് വരും, അവരത് സെല്ല് ചെയ്യും. അങ്ങനെ എക്സ്ചേഞ്ചിലോട്ട് വരുമ്പം ഒരു റിസർവ് ഒന്ന് പരിശോധിക്കാം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, എക്സ്ചേഞ്ച് റിസർവിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ അവിടെ കണ്ടിന്യൂ ആയിട്ട് അത് ഒരു ഡിപ്പ് ആവുന്നതാണ്, നമുക്ക് ഡൗൺ ആവുന്നതാണ് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത് എക്സ്ചേഞ്ച് റിസർവിൻ്റെ റേറ്റ്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വളരെ രീതിയിൽ കുറവാണ്. ആളുകൾ സെല്ല് ചെയ്യുന്നില്ല, ആളുകൾ പിടിച്ചു വയ്ക്കുകയാണ്. സോ ഇതൊരു വലിയ ബുള്ളിഷ് ന്യൂസ് തന്നെയാണ്, ഒരു ബുള്ളിഷ് സിനാരോ തന്നെയാണ്. അതുപോലെ നമ്മൾ വരുവാണെങ്കിൽ കോയിൻ ബേസ് പ്രീമിയം, അതിൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ട്രേഡ് ചെയ്യുന്നത് അവിടെയാണ്. സോ അവിടെ വരുവാണെങ്കിൽ തന്നെ ആ ഒരു എക്സ്ചേഞ്ചിൽ ബൈയിങ് പ്രഷർ റീസെൻറ്റ് മന്തായിട്ടും റീസെൻറ്റ് ഡേ ആയിട്ടും ഹൈ ആണ്. സോ ഇതൊരു ബുള്ളിഷാണ്. ആ ഒരു എക്സ്ചേഞ്ചിനെ, നമ്മളെ ബിറ്റ്കോയിനെ സംബന്ധിച്ചും ഇതൊരു ബുള്ളിഷ് തന്നെയാണ്. അതുപോലെ തന്നെ മൈനേഴ്സിൻ്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ, മൈനേഴ്സിൻ്റെ സെല്ലിംഗ് പ്രഷർ ഉണ്ടല്ലോ, ഈ മൈനേഴ്സ് അവർക്ക് കിട്ടുന്ന റിവാർഡ് എക്സ്ചേഞ്ചിലോട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ 374 BTC ആയിരുന്നു ഡെയിലി, ഒരു ആവറേജ് കണക്ക്. പക്ഷേ ഇപ്പോൾ അതിനകത്ത് നല്ല രീതിയിലൊരു ഇടിവ് സംഭവിച്ചത് നമ്മളിത് ഡേറ്റാസ് പരിശോധിക്കുമ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. സോ ഇതെല്ലാം നമ്മളുടെ മാർക്കറ്റ് ഇപ്പോൾ അടുത്തൊരു സ്പൈക്ക് ഉണ്ടാകാൻ പോകുന്നു എന്നൊരു ഇൻഡിക്കേഷനാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ അടുത്തൊരു ETF-ൻ്റെ അപ്രൂവലിൻ്റെ ന്യൂസ് നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട്. അതും ഒരു ബുള്ളിഷ് ന്യൂസാണ്. സോ ഇത്രയും മനസ്സിലാകുമ്പോൾ നമുക്കിവിടെ ഒരു സപ്ലൈ ഷോക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. സ്വാഭാവികമായിട്ട് ബിറ്റ്കോയിൻ ഇവിടുന്ന് ഉയരുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പം നമുക്ക് അത് പരിശോധിക്കുന്നതിന് മുമ്പ് ഇനി ഫണ്ടമെൻ്റൽ പരമായിട്ട് എല്ലാ കാര്യങ്ങളും ബുള്ളിഷാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഒന്ന് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സൈഡ് വേ മൂവിലാണ്. സൈഡ് വേ മൂവിൽ ഒരു വലിയൊരു, അതായത് 72 നേരെ നമ്മൾ വന്നിരിക്കുന്നത് $60,000 അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിക്കാം. ഇപ്പോൾ ഒരു സൈഡ് വേ മൂവാണ്, പക്ഷേ മേജർ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബുള്ളിഷ് മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ ഏതൊരു മെയിൻ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതുപോലൊരു ഒരു അക്കുമുലേഷൻ ഫേസ് വരും, അതായത് ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് വരും. ഇങ്ങനെ ഒരു സൈഡ് വേ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്ത എന്തോ വലിയ മൂവ്മെൻറ്റ് വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ഈ ഒരു സൈഡ് വേ. സോ ഇവിടുന്ന് മേ ബി ഒരു വലിയ കറക്ഷൻ ആയിരിക്കാം, മേ ബി ഒരു വലിയ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരിക്കും, ഒരു നല്ല രീതിയിലുള്ള ബുൾ മാർക്കറ്റ് ആവാം. സോ അത് നമുക്കൊന്ന് അതൊന്ന് നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഫണ്ടമെൻ്റൽ പരിശോധിച്ചപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ബുള്ളിഷായിട്ടാണ് കാണിക്കുന്നത്. സോ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഹിസ്റ്ററി പരിശോധിക്കാം. അങ്ങനെ ഹിസ്റ്ററിയിലോട്ട് നമുക്ക് നോക്കാം. ഇതിന് മുമ്പത്തെ ഹാൽവിങ്ങിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതിന് മുമ്പത്തെ ഹാൽവിങ് നോക്കുകയാണെങ്കിൽ തേർഡ് ഹാൽവിങ്ങിൽ നോക്കുകയാണെങ്കിൽ ഹാൽവിങ്ങിനോട് അടുപ്പിച്ചൊരു പ്രീ ഹാൽവിങ് ഡിപ്പ് ഇവിടെ നമുക്ക് സംഭവിച്ചത് കാണാൻ സാധിക്കും. അന്ന് ഏകദേശം -20% അത് അന്നത്തെ ടോപ്പിൽ നിന്ന് ഒരു കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാൽവിങ്ങിലോട്ട് വരുമ്പോഴും ഒരു -40% കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇപ്പോൾ ഈ ഒരു കറണ്ട് നാലാമത്തെ ഹാൽവിങ്ങിൽ നമുക്ക് ഏകദേശം 18% ഇതുവരെ കറക്ഷൻ സംഭവിച്ചത് ഒരു സ്വാഭാവികമായ ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കാര്യം അവിടെയെല്ലാം ഒരു കറക്ഷൻ തന്നിട്ട്, ഒരു സൈഡ് വേയിൽ ഒരു കറക്ഷൻ തന്നിട്ട് ആ ഒരു സൈഡ് വേ ബ്രേക്ക് ചെയ്തിട്ട് ട്രെൻഡ് കണ്ടിന്യൂഷൻ നടക്കുന്നതായിട്ടാണ് നമുക്ക് ഹിസ്റ്ററി പരിശോധിക്കുമ്പം ഇവിടുന്ന് എല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യം. സോ ഹിസ്റ്ററിയിൽ നോക്കുമ്പോഴും നമ്മൾ ഇവിടുന്ന് ഒരു സൈഡ് വേ ബ്രേക്കിംഗ് ആണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലായി, ഒരു ബ്രേക്കൗട്ടാണ് കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടുന്ന് ഇനിയൊരു അടുത്ത ഒരു 2-3 ആഴ്ച ഇവിടുന്ന് ഇങ്ങനൊരു സൈഡ് വേ മൂവ്മെൻറ്റ് ഇനി ഒത്തിരി നാൾ പോകത്തില്ല. കാര്യം ഓൾറെഡി ഇവിടെ ഒരു 2-3 ഇത് സപ്പോർട്ടും റെസിസ്റ്റൻസും ടച്ച് ചെയ്യുന്ന പ്രവർത്തികൾ ഒരുപാടായിട്ടുണ്ട്. സോ ഒരു 3 അല്ലെങ്കിൽ 2 വട്ടത്തിൽ ടച്ച് ചെയ്തിട്ട് ഒരു തീരുമാനം ഉണ്ടാവും, ഏത് സൈഡാണ് വീക്കാണെന്നുള്ളൊരു തീരുമാനം ഉടനെ ഉണ്ടാവും. ഇവിടെ നമ്മൾ നോക്കുമ്പം ഏറ്റവും കൂടുതൽ റിജക്ഷൻ സംഭവിച്ചത് റെസിസ്റ്റൻസ് സോണിൽ നിന്നാണ്. അതായത് പ്രൈസ് ഏറ്റവും കൂടുതൽ ഇത് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അതേസമയം സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു ബ്രേക്കിംഗ് അറ്റംപ്റ്റ് കുറവാണ്. സോ മേജറായിട്ട് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് സോണാണ് ഇവിടെ വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ നമുക്കൊരു ബ്രേക്കൗട്ട് ഉടനെ ഉണ്ടാവും. പക്ഷേ എവിടുന്നാണ് അതിപ്പോൾ ഒരു ബോട്ടം എവിടുന്നാണ് സത്യത അപ്പോൾ ഇത് പമ്പ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഈ ലോകത്ത് ദൈവം തമ്പുരാന് മാത്രമേ അത് അറിയത്തുള്ളൂ. പക്ഷെ നമുക്ക് ചില ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് സംസാരിക്കാം. ഇവിടുന്ന് ഇപ്പോൾ ഉള്ള ഈ റേഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 60 റേഞ്ചിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ നിന്ന് ബൈ ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ബിറ്റ്കോയിൻ വാങ്ങിക്കാം. അതുപോലെ ഇനി നമ്മളുടെ ഇസ്രയേൽ ഒരു വേഴ്സ്റ്റ് സിനാറിയോ ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ഒരു തിരിച്ചടി, തിരിച്ചടിയുടെ ഒരു ന്യൂസ് ഈ ഒരു മൺഡേ വരും എന്നെനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്. സോ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കറക്ഷൻ സംഭവിക്കും. ഇൻ കേസ് അങ്ങനെ ഒരു കറക്ഷൻ വന്നാൽ നമ്മൾ മേ ബി ഒരു 57-58K വിസിറ്റ് ചെയ്യാം. അതാണ് ഫൈനൽ ബോട്ടം. അവിടെ നിന്ന് ഒരു നല്ല രീതിയിൽ സ്പൈക്ക് ഉണ്ടാവാം. അതിൽ താഴെ പോകത്തില്ല. അതിൽ താഴെ പോവുകയാണെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു വലിയ കറക്ഷൻ സംഭവിച്ചിട്ട് പഴയതുപോലെ ബുള്ളിഷ് മാർക്കറ്റിലോട്ട് കടക്കത്തുള്ളൂ. ട്രെൻഡ് റിവേഴ്സലല്ല, ഒരു കറക്ഷൻ നല്ല രീതിയിൽ സംഭവിക്കും. ഈവൻ 52, 51, 50,000 റേഞ്ചിലോട്ടൊക്കെ വരും ഈ ഒരു 57 താഴെ പോവുകയാണെങ്കിൽ. അങ്ങനെ ഒരു വാറിൻ്റെ ന്യൂസ് വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ, തിരിച്ചടിയുടെ ഒരു ന്യൂസ് വരുവാണെങ്കിലേ ഉള്ളൂ. പക്ഷേ അങ്ങനെ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്കപ്പം ഈ ഒരു ഇപ്പോഴത്തെ റേഞ്ചിൽ നിന്ന് വാങ്ങിക്കാം. ഈ ഒരു 62,500, 60,000 അതുപോലെ 57, 58 ആ റേഞ്ചിൽ നിങ്ങൾക്ക് ബിറ്റ്കോയിൻ വാങ്ങിക്കാം. ബിക്കോസ് ദെയർ ഈസ് ഓൺലി വൺ ടാർഗറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടൈമിലോട്ട് 75, 80, 95 ആണ് ഷോർട്ട് ടൈം ടാർഗറ്റ്. 2025 ബിറ്റ്കോയിൻ നമ്മളുടെ ഹിസ്റ്ററി പരിശോധിക്കുമ്പം ഇപ്പോൾ ഈ ഒരു ഹിസ്റ്ററി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 2025 150K ഒക്കെ ഈസി ആയിട്ട് ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതാണ് ബിറ്റ്കോയിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക്. നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പോഴും നമ്മൾ ബുള്ളിഷ് മാർക്കറ്റിൽ തന്നെയാണ് എന്നുള്ളൊരു കാര്യം മറക്കണ്ട. അപ്പോൾ നമുക്കിനി അൾട്ട് കോയിൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. അൾട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബിറ്റ്കോയിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. സോ അൾട്ട് കോയിനിൽ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. ബിറ്റ്കോയിൻ ഈ ഒരു സൈഡ് വേ മൂവിൽ ഈ ഒരു ഹാൽവിങ്ങിന് ശേഷം
ഒരു കുറച്ച് നാളിങ്ങനെ ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് തരും. ആ ഒരു സൈഡ് വേ മൂവ്മെൻറ്റ് തരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അൾട്ട് കോയിൻ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അൾട്ട് കോയിൻ വാങ്ങിക്കാം, ബിക്കോസ് അൾട്ട് കോയിൻ എല്ലാം നല്ല ഡിപ്പിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ചിട്ട് വരും ദിവസങ്ങളിൽ പ്രോഫിറ്റിൽ സെല്ല് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒരു ബിറ്റ് കോയിൻ ഈ 71,500 എന്ന് പറയുന്ന ഈ ഒരു മേജർ റെസിസ്റ്റൻസ്, അതായത് അടുത്ത ബുൾ മാർക്കറ്റിലോട്ട് കടക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അൾട്ട് കോയിൻ സെല്ല് ചെയ്ത് കളയുക. അതായത് അതിന് മുമ്പ് പ്രോഫിറ്റ് എടുക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ, കാര്യം വൺസ് ഇതൊന്നും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിലെ സകല കാശും മെജോറിറ്റി ഓഫ് ഫണ്ടും ബിറ്റ് കോയിനിലോട്ട് വരും. സ്വാഭാവികമായിട്ട് അൾട്ട് കോയിൻ നല്ല രീതിയിൽ ക്രാഷ് ആവും. ഓക്കെ, അൾട്ട് കോയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ടോപ്പിൽ നിൽക്കുന്ന ബിറ്റ് കോയിനിലെ വോളിയം ബേസിൽ ടോപ്പ് നിൽക്കുന്ന ഒരു 6-7 കറൻസി ഒഴിച്ച് ബാക്കി താഴോട്ടുള്ള എല്ലാ കറൻസികളിലും ഡിപ്പ് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, 71,500 ആവുന്നതിന് മുമ്പ് സെല്ല് ചെയ്ത് കളയുക. വൺസ് ഇതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഒരു മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അൾട്ട് കോയിൻ ഒരു 20-30% ഡിപ്പ് ആവുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് റീബൈ ചെയ്യാം. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ പ്രോഫിറ്റ് കിട്ടും. വൺസ് ഈ ഒരു 71,500 ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം 71,500 ബ്രേക്ക് ചെയ്തിട്ട് നമ്മളൊരു വലിയ ബുൾ മാർക്കറ്റിലോട്ടാണ് കിടക്കുന്നത്. ആ സമയം നിങ്ങൾക്ക് ബിറ്റ് കോയിൻ നോക്കാം, ബിറ്റ് കോയിൻ വാങ്ങിക്കാം. അതിനുശേഷം നല്ല രീതിയിൽ ബിറ്റ് കോയിൻ പൊങ്ങി ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ടാർഗറ്റായ 80-95 വന്നതിന് ശേഷം നിങ്ങളുടെ അൾട്ട് കോയിൻ പോയി പരിശോധിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 20-30% ക്രാഷ് സംഭവിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് അൾട്ട് കോയിൻ വാങ്ങിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കറ്റ് അപ്ഡേറ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി, ഈ വീഡിയോയിലെ കാര്യങ്ങൾ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതുപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ബയോയിലുള്ള ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. മലയാളത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് അവിടെ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. എല്ലാ അപ്ഡേറ്റും അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതുപോലുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഡെയിലി കിട്ടണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.